നമ്മുടെയൊക്കെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു കണക്ക് നോക്കൂ. സമ്പാദിക്കാൻ 8 മണിക്കൂർ, ഉറങ്ങാൻ 7 മണിക്കൂർ, സാധാരണ ദിനചര്യകൾക്കും മറ്റുമായി 5 മണിക്കൂർ. ഇത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതാണ് യഥാർത്ഥ ചോദ്യം. പരമാർത്ഥ പ്രവർത്തനങ്ങൾക്കായി, അതായത് സ്വാർത്ഥതയില്ലാത്ത കാര്യങ്ങൾക്കായി നിർബന്ധമായും 2 മുതൽ 4 മണിക്കൂർ വരെ നമ്മൾ മാറ്റിവെക്കണം. അങ്ങനെയല്ലാതെ യഥാർത്ഥ സ്വഭാവ രൂപീകരണം അസാധ്യമാണെന്നാണ് ഈ ഗ്രന്ഥം അടിവരയിട്ട് പറയുന്നത്. വളരെ ലളിതമാണെങ്കിലും വലിയ അർത്ഥമുള്ളൊരു വാചകമാണത്. ലാളിത്യം എന്നത് സജ്ജനതയുടെ മറ്റൊരു പേരാണ്. ധൂർത്ത് എന്ന് പറയുന്നത് സാമ്പത്തികമായി മാത്രമല്ല, ആത്മീയമായും നമുക്ക് ഹാനികരമാണ് കേട്ടോ. അഹങ്കാരവും അസൂയയും ശത്രുതയുമൊക്കെ വളർത്തുന്നതുമായി ഗ്രന്ഥം ഇതിനെ ശാസ്ത്രീയമായി തന്നെ ബന്ധിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെ കാണിക്കാനായി ജീവിക്കുന്നതിന് പകരം ജീവിതത്തിൽ ലാളിത്യം കൊണ്ടുവരുന്നത് ഒരു വലിയ ആത്മീയ സമ്പത്താണ്. അടുത്തത്, നമ്മൾ എങ്ങനെയാണ് സ്വയം വികസിക്കുന്നത് എന്ന് നോക്കാം. ആരാധനയേക്കാൾ കൂടുതൽ പ്രാധാന്യം സ്വാധ്യായത്തിന് നൽകിയിരിക്കുന്നു. ഇതൊരു ഗംഭീര ചിന്തയാണ്. വെറും ബാഹ്യമായ പ്രകടനങ്ങളോ ആരാധനകളോ അല്ല, നിരന്തരമായ വായനയിലൂടെയും സ്വന്തം ചിന്തയിലൂടെയും നമ്മൾ നേടിയെടുക്കുന്ന സദ്വിചാരങ്ങളുടെ സമ്പത്താണ് നമ്മുടെ യഥാർത്ഥ ആത്മീയ സമ്പത്ത്. ഈ ലോകത്തെ ഒരു വലിയ ചക്രവ്യൂഹമായൊന്ന് സങ്കല്പിച്ചു നോക്കൂ. കാമം, അത്യാഗ്രഹം, അഹങ്കാരം എന്നീ കെണികളിൽപ്പെട്ട് നമ്മളിൽ പലരും ഉഴലുകയാണ്. ഈ കെണികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടേ മതിയാവൂ. ഇതിനുള്ള ഏക മാർഗം പ്രജ്ഞായോഗം എന്ന പരിശീലനമാണ്. ഏകാന്ത നിമിഷങ്ങൾ അഗാധമായ ചിന്തകൾക്കായി ഉപയോഗപ്പെടുത്തി ദിവസവും നമ്മളത് പരിശീലിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സൂക്ഷ്മമായ വ്യക്തിത്വത്തെ ഈശ്വരനുമായി ബന്ധിപ്പിക്കാൻ സാധിക്കൂ. നമ്മൾ എപ്പോഴും പരാതി പറയുന്നവരാണല്ലേ? ആ പരാതികളുടെ പട്ടിക അങ്ങ് വലിച്ചു കീറിക്കളഞ്ഞേക്കൂ. കാരണം സാഹിത്യത്തിൽ വ്യക്തമാക്കുന്നതുപോലെ അസംതൃപ്തി എന്നത് ഒരു തരം ഉന്മാദമാണ്. എത്ര കിട്ടിയാലും മതിവരാത്ത ആ ഒരു മാനസികാവസ്ഥ വലിയൊരു രോഗമാണ്. പകരം എപ്പോഴും ചിരിച്ചുകൊണ്ടും മറ്റുള്ളവരെ ചിരിപ്പിച്ചുകൊണ്ടും ജീവിതം വളരെ ലഘുവായി കാണുന്നതാണ് ഏറ്റവും വലിയ കല.